ഇതിനൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെ പോർട്രേ ചെയ്തിട്ടത് ആ ടീമാണ്. ഞാൻ എവിക്റ്റ് ആയ എപ്പിസോഡിന് അവർക്ക് നല്ല TRP ഉണ്ടായിരുന്നു, അവരത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണം അവര് യൂസ് ചെയ്തോട്ടെ കുഴപ്പമില്ല, പക്ഷെ അവര് തന്നെ എന്നെ ഇട്ടുകൊടുത്തു പബ്ലിക്കിലേക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യാം. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് വിളിച്ചു വരുത്തിയിട്ട് വേറൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കിന്ന് ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജിയാണോ എനിക്ക് തോന്നുന്നുണ്ട്. സത്യം. അങ്ങനെ ഒടുവിൽ മസ്താനി മാളത്തിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയതിനു ശേഷം മാസ്ക് ഒക്കെ വെച്ച് എയർപോർട്ടിലൂടെ നടന്നു വരുന്ന മസ്താനിയെ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അന്നൊരു ഓൺലൈൻ മീഡിയക്കാരൻ മസ്താനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് മാസ്ക് ഒക്കെ വെച്ച് ഓടുന്നത്, മീഡിയയെ നേരിടാൻ പേടിയുണ്ടോ എന്ന്. എനിക്കങ്ങനെ യാതൊരു പേടിയും ഇല്ല എന്നായിരുന്നു മസ്താനി അന്ന് മറുപടി കൊടുത്തിരുന്നത് അല്ലെ. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇത്രയും ദിവസമായിട്ടും മസ്താനിയെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. മസ്താനിയെ പോലെ ഇത്ര അധികം ഹെയ്റ്റ് നേരിട്ട ഒരു കണ്ടസ്റ്റന്റ് ഈ അടുത്ത കാലത്തൊന്നും ബിഗ് ബോസിന്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടില്ല. അജാതി ട്രോളുകളൊക്കെ ആയിരുന്നു മസ്താനിക്കെതിരെ വന്നിരുന്നത്. ഒരു പരിധി വരെ മസ്താനെ അർഹിക്കുന്നുമുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ആയിരുന്നല്ലോ കയ്യിലിരിപ്പ്. എന്തായാലും പുറത്തിറങ്ങിയ ഉടനെ ഏഷ്യാനെറ്റിന് ഇന്റർവ്യൂ കൊടുത്തു എന്നല്ലാതെ പിന്നെ മസ്താനിയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കാണ് കഴിഞ്ഞ ദിവസം സ്വന്തം ചാനലിൽ തന്നെ മസ്താനിന്റെ ഒരു ഇന്റർവ്യൂ വരുന്നത്. വേറെ ചാനലുകാരൊന്നും ഇന്റർവ്യൂക്ക് വിളിക്കാഞ്ഞത് കൊണ്ടാണോ, അതല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാത്തത് കൊണ്ട് മസ്താൻ ഇന്റർവ്യൂക്ക് പോകാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും സ്വന്തം ചാനലിലാണ് ഇന്റർവ്യൂ വന്നേക്കുന്നത്. അതാകുമ്പോൾ തനിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യാനോ. എങ്ങനെയുണ്ട് ബുദ്ധി? നല്ലോണം പ്രിപ്പയർ ചെയ്ത് ഉത്തരവും പറയാം. നമ്മൾ എന്തായാലും ഇന്റർവ്യൂവിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോ ഇപ്പൊ നിന്റെ ഫീലിംഗ് എന്താ? എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. അതെ, ഇതിലും വലിയൊരു മണ്ടത്തരം ഇനി മസ്താനിയുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ആളുകൾക്കിടയിൽ അത്രയും പോസിറ്റീവ് ഇമേജ് ഉള്ള ഒരാളായിരുന്നു ഈ പറയുന്ന മസ്താനി. ആർക്കും മസ്താനിയോട് പ്രത്യേകിച്ച് വെറുപ്പുണ്ടായതായിട്ട് ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല. എന്തെങ്കിലും കോൺട്രവേഴ്സികളിൽ ചെന്ന് ചാടി വിവാദ നായികയായി മാറിയതായിട്ടും അറിയില്ല. അത്യാവശ്യം ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി ഒരു ഫൺ മൂഡിൽ അത്യാവശ്യം ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നടന്നിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന മസ്താനി. ഇനിയിപ്പോ മസ്താനിക്ക് ഫാൻസ് ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഹേറ്റേഴ്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബിഗ് ബോസിൽ കയറിയതോടെ എല്ലാം നേരെ അങ്ങ് തിരിഞ്ഞു. മസ്താനിന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഇമേജ് തന്നെ അങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോയത്. മസ്താനി ജീവിതത്തിൽ എടുത്ത ഏറ്റവും മണ്ണൻ തീരുമാനങ്ങളിൽ ഒന്നാണെന്ന് പറയാൻ കാരണം പോസിറ്റീവ് ഇമേജുമായി ബിഗ് ബോസിലേക്ക് കയറിപ്പോയി ഒടുവിൽ നെഗറ്റീവ് ഇമേജുമായി ഇറങ്ങി വന്ന ഒരുപാട് ആളുകളിൽ പെട്ട ഒടുവിലത്തെ കന്നിയാണ് ഈ പറയുന്ന മസ്താനി. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. എന്തുകൊണ്ട് അപ്പൊ അങ്ങനെ ഞാൻ കാര്യം ചോദിക്കട്ടെ, എല്ലാവരും ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും മണ്ടന്മാരാണോ? അല്ല, അതെന്താന്ന് വെച്ചാല് ഞാൻ എടുത്ത മണ്ടത്തിലായിരുന്നു. കാരണം ബിഗ് ബോസിൽ നമ്മൾ നോർമലി പോകുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് ഫെയിമും ക്യാഷുമാണ്. ആക്ച്വലി ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു. പിന്നെ എന്തിനു ഞാൻ പോയിന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് നേരം കിട്ട നേരത്തെ ഓരോ ബുദ്ധിമോശം തോന്നുമല്ലോ. ഇപ്പൊ നല്ലോണം റിഗ്രറ്റ് തോന്നുന്നുണ്ടല്ലേ? ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാലം ബിഗ് ബോസ് ഫോളോ ചെയ്ത് പരിചയം വെച്ച് പറയട്ടെ, ഇതൊരു സൂയിസൈഡൽ മിഷനാണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് 2000 വട്ടെങ്കിലും ആലോചിക്കണം, എന്നിട്ടേ ഒരു തീരുമാനം എടുക്കാവൂ. കുറച്ച് ലക്ക്, കുറച്ച് സ്ക്രിപ്റ്റ്, കുറച്ച് കയ്യിലിരിപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊരു സംഭവമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ പ്രോഗ്രാമിന്റെ ക്രിയേറ്റേഴ്സിന് ഏതൊക്കെ കണ്ടന്റുകൾ എങ്ങനെയൊക്കെ പുറത്തു വിടണം എന്നുള്ളതിൽ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കും. ഈ പരിപാടി നടത്തുന്നവർ അവർക്ക് ലാഭമുള്ള എല്ലാ വഴികളും നോക്കാമല്ലോ. അൾട്ടിമേറ്റ്ലി അതാണല്ലോ അവരുടെ ലക്ഷ്യം. അല്ലാതെ ഇതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിനെ നന്നാക്കേണ്ട ലക്ഷ്യമൊന്നും അവർക്കില്ലല്ലോ. ഏതൊക്കെ കണ്ടന്റ് ഏറെ ചെയ്താലാണ് നന്നായി TRP കിട്ടുക എന്ന് നോക്കി തന്നെയാണ് ഇതിന്റെ ലൈവ് എപ്പിസോഡും എല്ലാം പുറത്തു വരുന്നത്. സോ ബിഗ് ബോസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഫെയിമിന്റെ ഉച്ചയിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ബിഗ് ബോസിലേക്ക് പോകാൻ നിൽക്കരുത്. അത് ആത്മഹത്യാപരമായിരിക്കും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ലൊരു ഇമേജ് ഉണ്ടായിരിക്കും, പ്രശസ്തി ഉണ്ടായിരിക്കും, നല്ല പണം ഉണ്ടായിരിക്കും. ഇതൊക്കെ ഡബിൾ ആക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കും നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ആ ഗെയിം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. പക്ഷെ അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് പിന്നീടായിരിക്കും മനസ്സിലാക്കുക. ഹീറോ ആയി ബിഗ് ബോസിൽ കയറി 0 ആയിട്ട് പുറത്തിറങ്ങിയ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ബിഗ് ബോസിൽ കയറാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഫെയിമൊക്കെ ഒന്ന് ഫെയ്ഡ് ആയി വരുന്ന സമയം ഉണ്ടല്ലോ, ആളുകൾ നിങ്ങളെ മറന്നു തുടങ്ങുന്ന ആ സമയം, അപ്പൊ പോയി കയറണം. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നുള്ള മെന്റാലിറ്റിയിൽ കയറണം. എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ലാണ് തിരിച്ചു വരാൻ കഴിയും. അല്ലാതെ നല്ലൊരു ഇമേജിൽ നിൽക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് പോകുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. കഴിഞ്ഞ സീസണിൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സീക്രട്ട് ഏജന്റ്. ഇപ്പൊ അതേ സീസണിൽ മസ്താനി. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം അല്ലേ? അപ്പൊ തുടങ്ങുന്ന മൊത്തം അപ്പാനിയുടെ കാര്യം വെച്ചിട്ടാ അല്ലായിരുന്നോ? അപ്പാനിയെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു, അതോടുകൂടെ കഷ്ടകാലം തുടങ്ങുന്നു. ശരിക്കും പറഞ്ഞ അപ്പാനി എവിക്റ്റ് ആയ സമയത്ത് അത്രയൊക്കെ ഓവർ ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അപ്പാനിയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇപ്പം അതൊരു ഗെയിമാണ്. അപ്പം ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത്. അതിൻ്റെതാണ് ഇപ്പൊ പല പ്രേക്ഷകരും എന്നെ അതിന്റെ പേരിൽ കുറെ ട്രോൾസ് വരുന്നുണ്ട്, കുറെ ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കളിച്ചത് നെഗറ്റീവ് ഗെയിം ആയിരുന്നു. വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ എന്നെ ഇരുത്തി അവിടെ ഇങ്ങനെയാണ്, ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണിച്ചത്. എനിക്കറിയാം.
മൊത്തം റിഗ്രറ്റ് ആണല്ലോ മസ്താനി. ചെയ്തതെല്ലാം തെറ്റായി പോയെന്ന് ഇപ്പം തോന്നുന്നുണ്ടല്ലേ? നല്ലതാ, കുറ്റബോധം തോന്നുന്നത് എന്തുകൊണ്ട് നല്ലതാ. അപ്പാനെ പുറത്തായ സമയത്ത് മസ്താൻ അവിടെ കാണിച്ചു കൂട്ടിയത് വൻ ഓവറായിരുന്നു. അപ്പാനെ എന്തോ തെറി വിളിച്ചെന്ന കാരണം പറഞ്ഞാണല്ലോ മസ്താനെ അപ്പാനെ പുറത്തായ സമയത്ത് അത് ആഘോഷിച്ചത്. പക്ഷെ തെറിയുടെ കാര്യത്തിലും ഡബിൾ മീനിങ്ങിന്റെ കാര്യത്തിലും ഗോസ്റ്റ് കാണിക്കുന്ന കാര്യത്തിലും ഒന്നും മസ്താനും അത്ര മോശമൊന്നുമല്ലല്ലോ. പിന്നെ നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരാളെ പുറത്താക്കുന്ന സമയത്ത് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് പിന്നെ നമ്മൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലും അങ്ങനെ തന്നെ ആ മര്യാദ കാണിക്കണം. അറ്റ്ലീസ്റ്റ് മിണ്ടാതെ മാറി നിൽക്കുകയെങ്കിലും ചെയ്യണം. കാരണം എല്ലാത്തിനും മുമ്പിൽ ഇതൊരു ഗെയിം മാത്രമാണ്. ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതോടെ എല്ലാം അവസാനിക്കണം. അല്ലെങ്കിൽ പിന്നെ പുറത്താകുന്ന ആള് തന്നോട് അത്രയും ദ്രോഹം ചെയ്ത ആളായിരിക്കണം. ഇവിടെ അപ്പാനും മസ്താനിയോട് അങ്ങനെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിയല്ലോ, നല്ല കാര്യം. എന്തായാലും ബാക്കിയോട് കണ്ടോക്കാം. അതിനകത്ത് അതായത് എന്റെ അരഗൻസ്, എന്റെ ദേഷ്യം, എന്റെ നെഗറ്റീവ് സൈഡാണ് കൂടുതലും വന്നത്. 14 എപ്പിസോഡ്സിലും ലൈവിലാണെങ്കിലും വന്നത്. ഞാൻ എന്റെ ഇമോഷൻ അവിടെ മാറ്റി ഞാൻ കുറച്ച് ഫേക്ക് ആയിട്ട് നിക്കണായിരുന്നു. കാരണം ഇപ്പൊ ശൈത്യൊക്കെ അവിടെ കരയുന്നത് ഞാൻ കണ്ടു. ഈ ശൈത്യ അപ്പാനിനെ എവിക്ട് ആവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത ആളാ. എനിക്കറിയില്ല, ഞാന് റിയൽ ആയിട്ട് നിന്നുപോയി. അപ്പൊ എന്റെ ആ ഒരു ഫീലിങ്സ് ഞാൻ പുറത്ത് കാണിച്ചു പോയി. അത് ഞാൻ ചെയ്ത തെറ്റ്. ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ബിഗ് ബോസിൽ ഫേക്ക് ആയിട്ട് നിൽക്കണം, ഏറെക്കുറെ ഫേക്ക് ആയിട്ട് നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ ഒരു സന്തോഷം ഞാൻ അത്രയും കാണിക്കരുത്, എക്സ്ട്രീം ആയിട്ട് കാണിക്കാൻ പാടില്ല. പക്ഷെ എന്റെ പലതും കട്ട് ചെയ്ത ഇതേ ക്രൂ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. ആൻഡ് ലാലേട്ടൻ ആ എപ്പിസോഡിൽ വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചത് തന്നെ എന്റെ ഭാഗ്യാന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡിലും കണ്ടവർക്ക്, പ്രേക്ഷകർ ഇത് കറക്റ്റ് ആയിട്ട് പറയണം. എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ട് 4 വീക്കെൻഡ് കണ്ടിട്ട് നിങ്ങൾ പറയണം, എനിക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ടോ? ലാലേട്ടനെ ഞാൻ കുറ്റം പറയില്ല. ഇനിയിപ്പോ ലാലേട്ടനെ കൂടി കുറ്റം പറഞ്ഞു, ഉള്ള ഹേറ്റ് 10 ഇരട്ടിയായി കൂട്ടാൻ നിൽക്കണ്ട. തന്റെ നെഗറ്റീവ് ഷെയ്ഡുകൾ മാത്രം ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു എന്നാണ് ഇപ്പൊ മസ്താനി പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ സംസാരിക്കാനുള്ള സ്പേസ് തരാറില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കാൻ സമയം കിട്ടാത്തതിനുള്ള ഒരു കാരണം ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ മസ്താനിയുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാനാണ് സാധ്യത. ലാലേട്ടനോട് അധികം റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിലുള്ള സംസാരവും ആറ്റിറ്റ്യൂഡും ആയിരുന്നു മസ്താനിയുടേതെന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. മാത്രമല്ല മസ്താനിയോട് സംസാരിക്കുമ്പോൾ ലാലേട്ടന്റെ മുഖവും സംസാര ശൈലിയും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മസ്താനിയോട് ലാലേട്ടൻ ഒട്ടും താല്പര്യമില്ല എന്നാണ്. എവിക്റ്റായി മസ്താനി ലാലേട്ടന്റെ അടുത്ത് ചെന്നപ്പോ പോലും ലാലേട്ടന്റെ മുഖത്ത് ഒരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ മസ്താനെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാകാം. പിന്നെ തന്നെ നെഗറ്റീവ് സൈഡ് മാത്രമേ ബിഗ് ബോസ് സംരക്ഷണം ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അതിപ്പോ എന്താ പറയാ, നിങ്ങൾ ഒരു നെഗറ്റീവ് ഗെയിമാണ് കളിച്ചതെന്ന് നിങ്ങൾ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. സോ നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ഒരാളുടെ നെഗറ്റീവ് സൈഡ് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുക. പിന്നെ അങ്ങനെയുള്ള ഇഷ്യൂസ് ആയിരുന്നല്ലോ മസ്താനെ അവിടെ ഉണ്ടാക്കിയത്. ആദ്യം ജിസയിൽ ആരും വിഷയത്തിൽ അനുമോള് പിരികേറ്റി വിട്ടു. പിന്നെ അപ്പാനെ എവിക്റ്റ് ആയപ്പോ തുള്ളി ചാടി. അതിനുശേഷം മുനിയിൽ കയറി പിടിച്ചെന്ന് പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കി. എല്ലാം നല്ല അസല് നെഗറ്റീവ് സാധനങ്ങളായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളൊക്കെ മസ്താനി കൊടുക്കുമ്പോൾ അതിനിടയിൽ മസ്താനിയുടെ ഒരു പോസിറ്റീവ് സൈഡ് ഒന്നും കാണിക്കാൻ ബിഗ് ബോസിന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ആഫ്റ്റർ ഓൾ അവർക്ക് പ്രാധാന്യം TRP ആണ്. അതിനുവേണ്ടി അവർ എന്ത് കളിയും കളിക്കും, അത്രേ ഉള്ളൂ. ബാക്കി നോക്കാം. കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടോ, നീ കാണിക്കുന്ന ഇന്റർവ്യൂസ് ഭയങ്കര ഫേക്ക് ആണ്, അപ്പൊ ഇതാണല്ലേ നിന്റെ റിയൽ സ്വഭാവം എന്നൊക്കെ കുറെ മെസ്സേജ് വന്നു. സത്യം പറഞ്ഞ കണ്ടപ്പോ ഭയങ്കര വിഷമം. ഞാൻ അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത്രയും ഞാൻ 3 വർഷമായിട്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആർട്ടിസ്റ്റുകൾ എന്റെ മുന്നിൽ വന്നിരിക്കും, ഇത്രയും ഫണ്ണായിട്ട് എനിക്കൊരു ഷോ കൊണ്ടുപോകാൻ പറ്റും? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇന്റർവ്യൂകൾ തന്നെ അസല ഫേക്കാണ്. അതുകൊണ്ട് തന്നെ അതിലിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഗസ്റ്റിന് ഇന്റർവ്യൂ ചെയ്യുമ്പോഴുള്ള സ്വഭാവമാണോ മസ്താനിയുടെ റിയൽ സ്വഭാവം? അല്ലല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ മസ്താൻ ഇന്റർവ്യൂ ചെയ്യുമ്പോഴുള്ള ക്യൂട്ട്നെസ്സും ഫണ്ണും ഒന്നും അതിന്റെ ഒരു കണിക പോലും ബിഗ് ബോസിൽ പോയപ്പോ കണ്ടിട്ടില്ലായിരുന്നു. സോ ഇന്റർവ്യൂവിലുള്ള നിന്റെ സ്വഭാവം ഒക്കെ വെറും ഫേക്ക് ആയിരുന്നില്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. എത്രയൊക്കെ നെഗറ്റീവ് ഗെയിം ആണെന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം ക്യാരക്ടറിൽ നിന്ന് പൂർണ്ണമായി മാറാൻ പാടില്ല. അങ്ങനെ മാറാൻ കഴിയുകയുമില്ല, അത് വേറെ കാര്യം. പിന്നെ താൻ ഫേക്കായി നിന്നിട്ടില്ല എന്നാണല്ലോ മസ്താനി തന്നെ പറയുന്നത്. സോ ഏകദേശം റിയൽ ലൈഫിൽ ഇതൊക്കെ തന്നെയാണ് സ്വഭാവം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ. ബാക്കിയാണ് നോക്കാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, നിനക്ക് നീ നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഡിസേർവ്ഡ് ആണ്, ഇൻക്ലൂഡിങ് നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ. അതിനോട് നിനക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? എല്ലാ ഒട്ടടങ്കം പറയുന്ന ആൾക്കാർ എല്ലാവരും ഇത് തന്നെ പറയുന്നത്. ഞാൻ പറയട്ടെ, ഇത്രയും സൈബർ ബുള്ളിങ്, അതായത് ഞാൻ 14-15 ദിവസം അവിടെ നിന്നു. ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടസ്റ്റന്റ് എവിക്റ്റ് ആയിട്ടും സ്റ്റിൽ എന്നെയാണ് ഇവർ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അനുഭവിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നും ചെയ്തത്, അതും കേരളത്തിലെ ബിഗ് ബോസ്. ശരി, ഇത്രയും അനുഭവിക്കാൻ മാത്രം ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. പക്ഷെ അത് വെറും മസ്താനിന്റെ തോന്നൽ മാത്രമാണ് മോളെ. ഇതുവരെ കിട്ടിയ ട്രോളുകളെല്ലാം 100% മസ്താനെ അർഹിച്ചിരുന്നു. ഈ വ്യക്തിഹത്യകളെയും ബോഡി ഷെയ്മിനെയും കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ട്രോളുകൾ ഉണ്ടല്ലോ, അതെല്ലാം കയ്യിലിരിപ്പ് കൊണ്ട് മസ്താനിക്ക് കിട്ടിയതാണ്. പലപ്പോഴും അമ്മാതിരി വെറുപ്പിക്കലായിരുന്നു, സഹിക്കാൻ വരാത്ത വെറുപ്പിക്കല്. ബാക്കിയാണ് നോക്കാം. ഇതിനൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെ പോർട്രേ ചെയ്തോട്ടത് ആ ടീമാണ്. തീർച്ചയായിട്ടും ഞാൻ എവിക്റ്റ് ആയിട്ട് ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കണ്ടസ്റ്റൻസ് അതിൽ നിന്ന് എവിക്റ്റ് ആയി. ഇതിന് മുന്നേ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇത്രയും ആ ചാനലും ഈ ഹോട്ട്സ്റ്റാർ ഇത്രയും ട്രോൾ ചെയ്തപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ TRP നിന്റെ എപ്പിസോഡിന് എന്തോ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എവിക്റ്റ് ആയ എപ്പിസോഡിന് അവർക്ക് നല്ല TRP ഉണ്ടായിരുന്നു. അവരത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്.
ഞാൻ പറയണം അവര് യൂസ് ചെയ്തോട്ടെ കുഴപ്പമില്ല, പക്ഷെ അവര് തന്നെ എന്നെ ഇട്ടുകൊടുത്തു പബ്ലിക്കിലേക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യാം. ഗസറ്റഡ് യക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പ് വെച്ചിട്ട് ഇതേ ചാനൽ യൂട്യൂബില് ട്രോൾ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവര് വിളിച്ചു വരുത്തിയിട്ട് വേറൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കിന്ന് ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ടും. കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവര് മസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ എല്ലാം നശിപ്പിച്ച് കൈ തന്നെ. നല്ല ഇമേജ് അല്ലേ, എല്ലാം തീർത്തു തരാം. എല്ലാം തീർത്താൽ എനിക്ക് സത്യമായിട്ട് അങ്ങനെ അങ്ങനെയാണ് ഫീൽ തോന്നുന്നത്. ചെയ്തത്. ഇത് ഒരുപക്ഷെ ചിലപ്പോ ഇത് ഞാൻ പറയുമ്പോ എന്നെ അവിടെ നിന്ന് വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഭാവിയിൽ ആ ഒരു ചാനലുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ എന്റെ സൈഡ് എനിക്ക് പറയണം. എല്ലാരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആവുന്നു. ബിഗ് ബോസ് ഞങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ല, കണ്ടസ്റ്റൻസിന് സ്ക്രിപ്റ്റ് ഇല്ല. പക്ഷെ ആ ടീമിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്, എങ്ങനെ ഏത് രീതിയിൽ പുറത്തു പോകണമെന്ന്. ഇപ്പൊ ഒരു വ്യക്തിനെ ഏത് രീതിയിൽ പുറത്തേക്ക് വിടണം എന്ന് അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഏത് കോണ്ടന്റ്, ഞാൻ പറയുന്ന ഏത് വേർഡ് പുറത്തു പോകണം എന്ന് വരെ അവർക്ക് വ്യക്തമായ പ്ലാൻ. ശരിക്കും ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തനിക്ക് ഇത്രയും നെഗറ്റീവ് വന്നതിൽ മസ്താന് പൂർണ്ണമായി ബ്ലെയിം ചെയ്യുന്നത് ബിഗ് ബോസ് ടീമിനെ തന്നെയാണ്, അല്ലെ? ബിഗ് ബോസ് തന്റെ നെഗറ്റീവ് സൈഡ് മാത്രം പോർട്രേ ചെയ്തത് കൊണ്ടാണ് ബിഗ് ബോസിന് പുറത്ത് തനിക്ക് ഇത്രയും നെഗറ്റീവ് ഇമേജ് വന്നത് എന്നുള്ളതാണ് മസ്താന് വിശ്വസിക്കുന്നത്. ഇതേ മസ്താന് തന്നെയാണ് താൻ എവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് എന്ന് തുറന്നു പറഞ്ഞിട്ടും. അത് വേറെ കാര്യം. എന്തായാലും ബിഗ് ബോസ് തന്റെ ഭാവി നശിപ്പിച്ചു എന്നുള്ള വലിയ ആരോപണമൊക്കെയാണ് മസ്താൻ ഇവിടെ ഉന്നയിക്കുന്നത്. സ്വാഭാവികം. ഇതൊക്കെ എന്താണെന്ന് അറിയോ? ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസിൽ പോയാൽ നെഗറ്റീവ് ഇമേജ് വരാൻ സാധ്യത ഉണ്ട് എന്ന്. മുൻകാലത്ത് പലരുടെയും അനുഭവങ്ങൾ കണ്ട് പഠിച്ചു തന്നെയാണ് മസ്താൻ ഉൾപ്പെടെയുള്ളവർ അതിനകത്തേക്ക് പോകുന്നത്. സോ അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കണം. ബിഗ് ബോസിന് അൾട്ടിമേറ്റ്ലി കണ്ടന്റ് ആണ് വേണ്ടതെന്നും അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകുമെന്നും മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ എന്ത് വന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊരു മെന്റാലിറ്റി വേണം. അല്ലാതെ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.